എസ് കെ ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവിള എന്ന ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സർവീസിൽ പുതുതായിട്ട് പ്രവേശിച്ച സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും സ്പാർക്ക് വഴി NPS രജിസ്ട്രേഷനിലൂടെ പ്രാൻ നമ്പർ, പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ ലഭിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച് അല്ല എങ്കിൽ നിയമന അംഗീകാരം ലഭിച്ച തീയതി മുതൽ 7 ദിവസത്തിനകം തന്നെ ബന്ധപ്പെട്ട DDO സ്പാർക്കിലൂടെ NPS രജിസ്ട്രേഷൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതും 30 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണമായും പൂർത്തീകരിക്കേണ്ടതുമാണ്. NPS ഓൺലൈൻ രജിസ്ട്രേഷൻ DDOയുടെ സ്പാർക്ക് ലോഗിൻ വഴിയാണ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടത്. ഓൺലൈനിൽ തന്നെ ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർക്ക് അയക്കുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകൾ, അതിൻ്റെ ഹാർഡ് കോപ്പികൾ ജില്ലാ ട്രഷറി ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്യണം. ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ജീവനക്കാർ പാൻ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവനക്കാരുടെ സ്പാർക്കിൽ ഫാമിലി ഡീറ്റെയിൽസ്, എല്ലാ മെമ്പേഴ്സിൻ്റെ പാൻ നമ്പർ, വോട്ടർ ID നമ്പർ, ഫാമിലി മെമ്പേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്പാർക്കിൽ പേഴ്സണൽ മെമ്മോറാണ്ടയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നുള്ള കാര്യവും ഓർക്കണം. അതിനുശേഷമാണ് NPS രജിസ്ട്രേഷൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത്. NPS രജിസ്ട്രേഷൻ സ്പാർക്കിൽ ആരംഭിക്കുന്നതിന് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സ്പാർക്ക് ഓപ്പൺ ചെയ്യുക. സ്പാർക്കിൽ സർവീസ് മാറ്റേഴ്സ്, അതിൽ സബ് ഓപ്ഷനായിട്ട് വരുന്ന ന്യൂ പെൻഷൻ സ്കീം, അതിൽ വാലിഡേറ്റ് ആൻഡ് ഫോർവേഡ് പ്രാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ബന്ധപ്പെട്ട ട്രഷറിയുടെ പേര്, DDOയുടെ പേര് എന്നിവ കാണാനായിട്ട് സാധിക്കും. സെലക്ട് എംപ്ലോയി, ആ സ്ഥാപനത്തിൽ NPS രജിസ്ട്രേഷൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള, ഇനിയും രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ ലിസ്റ്റാണ് വരുന്നത്. ഏത് എംപ്ലോയിയുടെയാണ് NPS ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് ആ എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നൊരു സന്ദേശം കിട്ടും, ഇതിനു മുമ്പ് പ്ലാൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്, NPS രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ജില്ലാ ട്രഷറി ഓഫീസറുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളൊരു സന്ദേശം വരും. അത് ഓക്കെ കൊടുക്കുക. വീണ്ടും ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നൊരു മെസ്സേജ് വരും, ഡാറ്റ ഈസ് ലോക്ക്ഡ്, എഡിറ്റിംഗ് നോട്ട് അലൗഡ്. ഓക്കെ എന്ന ബട്ടൺ നൽകുക. തുടർന്ന് വരുന്ന പേജിൽ 4 ഭാഗങ്ങളുണ്ട്. എംപ്ലോയി ഡീറ്റെയിൽസ്, NPS നോമിനി ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഫോർ പ്രാൻ, വാലിഡേറ്റ് ആൻഡ് ഫോർവേഡ് ടു DTO എന്ന 4 ഓപ്ഷൻസ് നമുക്ക് കാണാം. ഒന്നാമത്തെ ഭാഗമായ എംപ്ലോയി ഡീറ്റെയിൽസ്, സ്പാർക്കിൽ പെൻ നമ്പർ ലഭിക്കുന്നതിന് വേണ്ടി ജീവനക്കാരൻ്റെ ഡേറ്റാസ് എൻട്രി ചെയ്തിരുന്നു. ആ ഡേറ്റാസാണ് ഇപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ ഭാഗത്ത് ഓട്ടോ ഫില്ലായിട്ട് വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഇത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാധാരണ DDOമാർ സ്പാർക്കിൽ എഡിറ്റ് ചെയ്ത് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുന്ന അതേ നടപടി അനുസരിച്ച് വേണം ഇതിൻ്റെ കറക്റ്റ് ചെയ്യാനായിട്ട്. നേരെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഇത് ലോക്ക്ഡാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എംപ്ലോയി ഡീറ്റെയിൽസ് എന്തെങ്കിലും പോരാഴി ഉണ്ടെങ്കിൽ DDOമാർ സാധാരണ സ്പാർക്കിൽ അപ്ഡേഷൻ നടത്തുന്ന, സാധാരണ സ്പാർക്കിൽ തെറ്റുകൾ എഡിറ്റ് ചെയ്യുന്ന അതേ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ശരിയാണെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ്. തുടർന്ന് രണ്ടാമത്തെ സെക്ഷൻ NPS നോമിനി ഡീറ്റെയിൽസ്, ഫാമിലി മെമ്പേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതാണ്. മിനിമം 1 നോമിനി അല്ലെങ്കിൽ മാക്സിമം 3 നോമിനി വരെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ശരിയാണെങ്കിൽ മാത്രമാണ് അപ്ഡേഷൻ പൂർണ്ണമാകുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആണെന്ന് കരുതി സേവ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്തൊക്കെ പോരാഴികളുണ്ടോ അത് സ്ക്രീനിൽ തെളിഞ്ഞു വരും. അതെല്ലാം റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം അവസാനം അപ്ഡേഷൻ സക്സസ്ഫുൾ ആകത്തുള്ളൂ എന്നുള്ള കാര്യവും വേണ്ടതാണ്. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് ഫോർ പ്രാൻ എന്നിവ ഡീറ്റെയിൽസ് നൽകുക.
TSB അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോഫില്ലായിട്ട് വരും. നമ്മൾ സ്പാർക്കിൽ കൊടുത്ത ആ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. തുടർന്ന് ജീവനക്കാരൻ്റെ ബാങ്കിൻ്റെ പേര്, ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ഡേഷൻ സക്സസ്ഫുള്ളി നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4ാമത്തെ സ്റ്റെപ്പ്, വാലിഡേറ്റ് ആൻഡ് ഫോർവേഡ് ടു ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. വാലിഡേറ്റ് ആൻഡ് ഫോർവേഡ് ടു DTO എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ആർ യു ഷുവർ ടു ഫോർവേഡ് ടു DTO? ഓക്കെ കൊടുക്കുക. സക്സസ്ഫുള്ളി ഫോർവേഡ് ടു DTO, ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർക്ക് സക്സസ്ഫുൾ, വിജയകരമായിട്ട് ഓൺലൈനിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് നമുക്ക് ലഭിക്കുക. പ്രാൻ അപേക്ഷ ഓൺലൈനായി DTOയിൽ അയച്ചു കഴിഞ്ഞു. തുടർന്ന് താഴെ പറയുന്ന രേഖകൾ ജില്ലാ ട്രഷറി ഓഫീസിൽ നേരിട്ട് ഹാജരാക്കുകയോ മെയിൽ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ജില്ലാ ട്രഷറി ഓഫീസിൽ ഹാജരാക്കേണ്ട ഹാർഡ് കോപ്പി രേഖകളെ സംബന്ധിച്ചാണ് പൂരിപ്പിച്ച NBS രജിസ്ട്രേഷൻ ഫോറം. ജീവനക്കാരനും DDOയും ഒപ്പിട്ട മലയാളത്തിലുള്ള പൂരിപ്പിച്ച NBS രജിസ്ട്രേഷൻ ഫോറം ഒന്നാമതായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആ ഫോം ഈ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. 6 മാസത്തിനകം എടുത്ത 2 ഫോട്ടോ, 3 SSLC ബുക്ക് അതിൻ്റെ കോപ്പി, 4 ആധാർ കാർഡ് അതിൻ്റെ കോപ്പി, പാൻ കാർഡ് അതിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, അപ്പോയിൻമെൻറ്റ് ഓർഡർ, ഇവയെല്ലാം ഒന്നുകിൽ നേരിട്ട് ജില്ലാ ട്രഷറി ഓഫീസിൽ എത്തിക്കുക, അല്ലെങ്കിൽ മെയിൽ മുഖാന്തരം എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയതിന് ശേഷം നിശ്ചിത ദിവസങ്ങൾക്കകം ജീവനക്കാരന് പ്രാൻ അലോട്ട് ചെയ്യും. അങ്ങനെ പ്രാൻ അലോട്ട് ചെയ്യുന്ന വിവരം ജീവനക്കാരൻ്റെ മൊബൈൽ സന്ദേശത്തിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ സ്പാർക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓട്ടോഫില്ലായിട്ട് തന്നെ അപ്ഡേഷൻ, ഈ പ്രാൻ നമ്പറിൻ്റെ അപ്ഡേഷൻ അതേസമയം തന്നെ നടക്കുന്നതാണ്. ഇതിനുശേഷം ബന്ധപ്പെട്ട ട്രഷറി അറിയിക്കുന്ന മുറയ്ക്ക് പ്രാൻ കിറ്റ് DDOയുടെ ഓതറൈസേഷൻ ലെറ്റർ സഹിതം പോയി ആ പ്രാൻ കിറ്റ് ബന്ധപ്പെട്ട ട്രഷറിയിൽ നിന്നും കൈപ്പറ്റണമെന്നുള്ള കാര്യവും ഓർത്തിരിക്കേണ്ടതാണ്. താങ്ക് യു.